നയതന്ത്ര യുദ്ധങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും പിന്നാലെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ മേഖലയിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സുരക്ഷാ വേട്ടയുടെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുമായും ഇസ്രയേലുമായും അതിർത്തികളിൽ യുദ്ധം മുറുകുന്നതിനിടയിൽ രാജ്യത്തിനകത്ത് പതിയിരുന്ന വലിയൊരു വിപത്തിനെ തങ്ങൾ തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. രാജ്യവ്യാപകമായി നടത്തിയ അതിശക്തമായ റെയ്ഡുകളിൽ 100-ലധികം ഭീകരബന്ധമുള്ള വ്യക്തികളെയാണ് ഇറാൻ സുരക്ഷാ സേന പിടികൂടിയിരിക്കുന്നത്. ഇത് കേവലം ഒരു അറസ്റ്റ് മാത്രമല്ല, മറിച്ച് ഇറാന്റെ ആഭ്യന്തര ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ മെനഞ്ഞ വലിയൊരു ചാരവലയത്തിന്റെ തകർച്ചയാണെന്നാണ് ടെഹ്റാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷനിൽ പിടിച്ചെടുത്ത ആയുധശേഖരം ആരെയും ഞെട്ടിക്കുന്നതാണ്. 3000-ലധികം അത്യാധുനിക തോക്കുകൾ, വലിയ അളവിലുള്ള വെടിക്കോപ്പുകൾ, മാരകമായ മൂർച്ചയേറിയ ആയുധങ്ങൾ എന്നിവയാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം പിടിച്ചെടുത്തത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിർത്തികൾ സംരക്ഷിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് അട്ടിമറി നീക്കങ്ങൾ നടത്താൻ വിദേശ രാജ്യങ്ങൾ പദ്ധതിയിട്ടിരുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ഇറാൻ ഈ ആയുധശേഖരത്തെ ലോകത്തിന് മുൻപിൽ കാണിക്കുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചാര സംഘടനകൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ഇറാന്റെ ആരോപണം. അതിർത്തികളിൽ സൈന്യം അതീവ ജാഗ്രതയിൽ തുടരുന്നതിനിടയിലാണ് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. സൈനിക കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, തന്ത്രപ്രധാനമായ പാലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ആയുധങ്ങൾ ശേഖരിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ രാജ്യത്തിനകത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനും ഈ ഭീകര സംഘങ്ങൾ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ലഭിച്ച രഹസ്യ വിവരങ്ങൾ ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തെ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു. പിടിക്കപ്പെട്ടവർക്ക് വിദേശ ചാര സംഘടനകളിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു. സൈനിക വേഷം ധരിച്ചും സാധാരണക്കാരുടെ ഇടയിൽ ഒളിച്ചും ഇവർ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത വിദേശ കറൻസികളും വാർത്താവിനിമയ ഉപകരണങ്ങളും ഈ നീക്കത്തിന് പിന്നിലെ രാജ്യാന്തര ബന്ധങ്ങൾ വെളിവാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക മുന്നേറ്റങ്ങൾക്ക് അകത്തുനിന്ന് പിന്തുണ നൽകാനായിരുന്നു ഇവരുടെ നീക്കം. ഈ ശൃംഖലയെ തകർത്തത് ഇറാന്റെ പ്രതിരോധ ചരിത്രത്തിലെ വലിയൊരു വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ തങ്ങളുടെ അതിർത്തികൾ ഇപ്പോൾ ഒരു ഉരുക്ക് കോട്ട പോലെ മാറ്റിയിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള ശത്രുവിനേക്കാൾ ഉള്ളിലുള്ള ശത്രുവിനെയാണ് കൂടുതൽ ഭയക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സുരക്ഷാ ശുദ്ധീകരണം. ഇറാന്റെ ഓരോ നഗരത്തിലും ഇപ്പോൾ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന ആരെയും ചോദ്യം ചെയ്യാനാണ് ഉത്തരവ്. യുദ്ധത്തിന്റെ മറവിൽ രാജ്യം വിരുദ്ധ ശക്തികളുടെ കളിസ്ഥലമാകാൻ അനുവദിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഇറാൻ ഈ സംഭവത്തെ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നിഴൽ യുദ്ധത്തിന്റെ തെളിവായി ഇതിനെ ഉയർത്തിക്കാട്ടാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഈ അറസ്റ്റുകൾ ശത്രു രാജ്യങ്ങൾക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് തെളിയിക്കാനും ഇതിലൂടെ സാധിച്ചു. ആയുധങ്ങൾ പിടിച്ചെടുത്തതിനൊപ്പം തന്നെ സൈബർ ലോകത്തും ഇറാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകര സംഘങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തടയാൻ ഇന്റർനെറ്റ് സേവനങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നു. ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയാനും കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കി. രാജ്യം ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആഭ്യന്തര സമാധാനം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. പിടിക്കപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ഈ ചാര ശൃംഖലയുടെ വേരുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പശ്ചിമേഷ്യൻ മണ്ണിൽ ഓരോ നിമിഷവും പിരിമുറുക്കം വർദ്ധിക്കുമ്പോൾ ഇറാന്റെ ഈ സുരക്ഷാ വേട്ട ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. യുദ്ധം അതിർത്തികളിൽ മാത്രമല്ല, ഓരോ വീടിന്റെയും മുറ്റത്ത് വരെ എത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവം അടിവരയിടുന്നത്.